ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. 20/12/2024 വെള്ളിയാഴ്ച 23,631 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ശനി ഞായർ എന്നീ 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 23,738 എന്ന ലെവലിലാണ്. അതായത് 107 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഏതാണ്ട് 220 പോയിൻറ്റുകളുടെ മൂവ്മെൻറ്റാണ് നിഫ്റ്റി തന്നിരുന്നത്. ഉള്ളത് പറഞ്ഞാൽ ഇന്ന് നിഫ്റ്റി വളരെ ശാന്തമായി മൂവ് ചെയ്തു, നല്ല ട്രേഡിംഗ് അവസരങ്ങൾ തന്നു എന്നുള്ളതാണ് വസ്തുത. സാധാരണയായി ഗ്യാപ്പ് അപ്പ് ഉണ്ടായാൽ തീർച്ചയായും അവിടെ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാറുണ്ട്. എന്നാൽ ഇന്ന് മാർക്കറ്റ് അവിടെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റ് ലെവൽ, ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലായിരുന്നു. എന്നാൽ അവിടെ വരെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് നമുക്ക് കണക്കാക്കാം. ഇവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിച്ചപ്പോൾ ഈ ലെവലിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി പ്രോഫിറ്റ് എടുത്തു വരും. എന്നാൽ ഈ ടാർഗറ്റ് ഏരിയയിൽ നിന്നും കൃത്യമായ ഒരു സെല്ല് വന്നേക്കാം എന്നത് ചിന്തിച്ച് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവരും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഏരിയയിൽ പലവട്ടം പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും മാറി മാറി ചെറിയ ടാർഗറ്റുകൾക്ക് ട്രേഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ കൃത്യമായും പ്രൈസ് അപ്വേർഡ് ഹോൾഡ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ വ്യക്തികൾ ഇവിടെ നിന്നും കൃത്യം എൻട്രി എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയ ആദ്യത്തെ ടാർഗറ്റിന് മുകളിൽ കയറി ഹോൾഡ് ആയെങ്കിലും വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ, ആ ഡിക്ലൈൻ കൃത്യമായും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ നിന്നുകൊണ്ട് ട്രേഡ് ചെയ്തവർക്ക് അത് തിരിച്ചറിയാൻ കഴിയുകയും അവിടെ നിന്നും അവർ ഈ ഡിക്ലൈൻ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാൻ പാടുള്ളതല്ല, ഇത്തരത്തിൽ അപ്വേർഡ് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ. എന്നാൽ ഈ ഡിക്ലൈൻ ട്രേഡബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് പുട്ട് ഓപ്ഷൻ വാങ്ങിയവർ, അത് ട്രെയിൽ ചെയ്തവർ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല പ്രോഫിറ്റ് ലഭിച്ചു. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്രൈസ് ഇറങ്ങി വരുമെന്ന കൺസെപ്റ്റ് തന്നെയാണ് അവരെല്ലാം ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക. എന്തായിരുന്നാലും ആ തരത്തിൽ വന്നു, വീണ്ടും പ്രൈസ് ഇവിടെ ഹോൾഡായി. വളരെ സാവധാനമാണ്, നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിച്ച് കാണാം, വളരെ സാവധാനമാണ് പ്രൈസ് മൂവ് ചെയ്ത്. ആകെ ഒരു നല്ല ട്രേഡിംഗ് സിറ്റുവേഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും നല്ല ട്രേഡിംഗ് സിറ്റുവേഷൻ തന്നെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഇത്രയും ദിവസവും നിഫ്റ്റി ഫാളിംഗ് ആയിരുന്നു, ഒന്ന് വീണാലോ എന്ന് ചിന്തിച്ച് ഒരു ട്രേഡിൽ ധൈര്യപൂർവ്വം എൻ്റർ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഇത് തന്നെയായിരുന്നു. അത്തരത്തിൽ എൻ്റർ ചെയ്ത ആർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഏരിയകളെല്ലാം വീണ്ടും വീണ്ടും പലരും ട്രേഡ് ചെയ്തു. ഇപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്ത് ഇത് പരിശീലിക്കുന്നവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുകയാണ്. അവരെല്ലാം വളരെ മികച്ച രീതിയിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. 23,684 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഇന്നത്തെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ലെവലുകൾക്കൊന്നും കാര്യമായ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടില്ല. കാരണം നമ്മുടെ പ്രൈസ് മൂവ് ചെയ്ത് ഈ ലെവലുകൾ വരെ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നീട് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇവിടെ നിന്നും സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. ആ നിലയ്ക്ക് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് വരണം സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. നമുക്ക് ലഭിക്കേണ്ട ആദ്യത്തെ പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്, എന്നാൽ സ്റ്റോപ്പ് ലോസ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ തന്നെയായിരിക്കും. എന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈക്ക് മുകളിലേക്ക് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന രീതിക്ക് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് ഏതെങ്കിലും ലെവലുകൾ ബ്രേക്ക് ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ അവിടെ വരെ വന്നിട്ട് ഇതേ കണ്ടീഷൻ തന്നെ പാലിക്കുമെന്നോ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ആരോ ഇത്തരത്തിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് പോയി എന്ന്. അത് ഒരു കണ്ടീഷനാണ് ഈ പറയുന്നത്. ഞാൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുക എന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പറയുന്നത്. എൻ്റെ പ്ലാനിന് വിപരീതമായി ട്രേഡ് വരികയാണെങ്കിൽ തീർച്ചയായും എനിക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവുക എന്നുള്ളതല്ലാതെ ലോസ് ബുക്ക് ചെയ്യുക എന്നല്ലാതെ എനിക്കും വേറെ മാർഗമില്ല. ഇത്തരത്തിൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ വേറെ ആരോ ചോദിച്ചിരുന്നു, തരുന്നവരെല്ലാം പോസിറ്റീവ് ട്രേഡ് മാത്രമേ ഉള്ളൂ അതോ എല്ലാം പോസ്റ്റ് ചെയ്യാത്തതാണെന്ന്.
ചിലപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ട്രേഡ് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരതെനിക്ക് ഫോർവേഡ് ചെയ്തു കൊള്ളണമെന്നില്ല അവരുടെ പി ആൻഡിൽ. എന്നാൽ പലരും അത് ശ്രദ്ധിക്കാതെ കൃത്യമായും എത്ര ട്രേഡ് ചെയ്തോ അത്രയും ട്രേഡിൻ്റെ പി ആൻഡിലുകൾ എനിക്ക് അയച്ചു തരാറുണ്ട്. അതിനകത്ത് ചിലപ്പോഴൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കാണാറുണ്ട്. ഓവറോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. ഓവറോൾ അവർ ആ ഡേ അവർക്ക് പോസിറ്റീവായി പ്രോഫിറ്റബിളായി ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് കാര്യം. സ്റ്റോപ്പ് ലോസിനെ ഭയന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ഒരു ട്രേഡിൽ എൻ്റർ ആകുമ്പോൾ വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ചെയ്യാനുള്ളത്. അത്തരത്തിൽ അവനവൻ ഓരോരുത്തരും സ്വയം അനലൈസ് ചെയ്ത് അവരവർക്ക് കണ്ടെത്തിയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഹിറ്റായാൽ തീർച്ചയായും അവിടെ എക്സിറ്റ് ആവുക എന്നതാണ് ചെയ്യാനുള്ളത്. അതിനുശേഷം വീണ്ടും പുതിയ ട്രേഡ് പ്ലാൻ ചെയ്ത് വന്നുപോയ ലോസിനെ കവർ ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അത്തരത്തിൽ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി ഗ്രാജ്വലി വളർന്നു വരാൻ കഴിയുകയുള്ളൂ. തീർത്തും പേടിയുള്ളവർ തീർച്ചയായും പേപ്പർ ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത്തരത്തിൽ പരിശീലിച്ച് ചാർട്ട് മൂവ് ചെയ്യുന്നതും പേപ്പർ ട്രേഡ് ചെയ്യുമ്പോഴും ഇതെല്ലാം കൃത്യമായും അവരവർ പ്ലാൻ ചെയ്തതുപോലെ വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ മാത്രമാണ് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. ഓരോരുത്തർക്കും ഉചിതമായ രീതിയിൽ ചെയ്യുക എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിൽ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ ഏതോ ഒന്ന്, അത് ഏതെങ്കിലും ഇവിടെയല്ല, ഈ ഡേയ്സ് ഹൈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്, ഇതെല്ലാം റെസിസ്റ്റൻസ് ലെവലുകളായി തന്നെ വരും. അപ്പം അത്തരത്തിൽ ഒരെണ്ണത്തിന് കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് ആയി പോയി കണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് പോയിൻ്റായി കണക്കാക്കേണ്ടത്. എന്നാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജ്വലി പ്രൈസ് പതിയെ ഡൗണിലോട്ട് വന്നേക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരുന്ന ഈ ലോയ്ക്ക് താഴോട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും വീക്കായി എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത്രയുമാണ് അപ്പോൾ നിഫ്റ്റിയുടെ ട്രേഡിംഗ് പ്ലാൻ. ബാങ്ക് നിഫ്റ്റിയിൽ 51,219 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ കാണുന്നത്. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി 52,167 എന്ന ലെവലുമാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 51,632, 791, 52,008 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 51,632 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും വാങ്ങാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും വാങ്ങാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ ആ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. ഇതിൽ തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയത് അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായാണ് ഞാൻ കാണാറ്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 78,360 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ലോ 78,188 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ലെവലുകൾക്ക് ഞാൻ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ ഉള്ള ലെവലുകൾ തന്നെയാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം.
പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ് 79,007 എന്ന ലെവൽ. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് പോയിൻ്റായി കണക്കാക്കി കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്ന് വന്നാൽ തുടർന്ന് ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. എങ്കിലും സാധാരണയായി ഞാൻ ഈ കൃത്യം ആ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ കാത്തുനിന്നോളന്നില്ല എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ. ഓൾമോസ്റ്റ് ആ ലെവലിലോട്ട് എത്തുമ്പോൾ തന്നെ ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എന്നാണ് നമുക്ക് കാണുമ്പോൾ ബോധ്യമാകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്ന് രേഖപ്പെടുത്തിയ ഡേയ്സ് ലോയാണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവലായി കാണുന്നത്. എന്നാൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഈ ലെവലുകൾ കാണാമെന്ന് കരുതുന്നു. തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയത് ഞാൻ സാധാരണയായി പറയുന്ന പോലെ തന്നെ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് ലെവലുകളായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് തീർച്ചയായും സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞേക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇത്രയുമാണ് നാളേക്ക് വേണ്ടിയുള്ള നമ്മളുടെ സാധാരണ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം ഞാനൊരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. റിസ്ക് അവരവരുടേതാണ്. എന്നാൽ ഗുണകരമാണ് നമ്മുടെ ലെവലുകൾ അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പ്ലാൻ എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനലിൻ്റെ എല്ലാ ദിവസവും അതായത് വീഡിയോയുടെ താഴെ നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ആ ടെലഗ്രാം ചാനലിൽ ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് വോയിസ് മെസ്സേജ് മാത്രം അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയും ഒരു നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്